Hi dear students, welcome to the new session of Office Automation Tools. Office Automation Toolsൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം, എങ്ങനെ നമുക്ക് കോളംസും അതുപോലെ തന്നെ റോസും ഒക്കെ സെലക്ട് ചെയ്യാം, എങ്ങനെ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വർക്ക് ബുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വർക്ക് ബുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പുതിയ വർക്ക് ഷീറ്റ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ആ വർക്ക് ഷീറ്റിൽ നമുക്ക് എങ്ങനെ ഡാറ്റകൾ എൻ്റർ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ബുക്കിനെ സേവ് ചെയ്യുന്നത്? വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകൾ ഉൾപ്പെടുന്ന ഈ ഒരു ഫയലിനെ, ഈ ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക് ബുക്കിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ടാബിൽ പോവാം. ഫയൽ ടാബിൽ സേവ് ആസ് നമ്മൾ വേർഡിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും ഓപ്ഷൻസ് ഉള്ളത്. സേവ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സേവ് ആസ് ഓപ്ഷൻ ഉണ്ട്. സേവ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക് ബുക്കിനെ ഒരു പുതിയ ബുക്കായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും, അല്ലേ? നമുക്ക് ഈ ഒരു ബുക്കിനെ നമുക്ക് പുതിയൊരു ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ദെൻ വന്നിട്ടുള്ള ഈ ഒരു വിൻഡോയിൽ നമുക്ക് ആ ബുക്കിൻ്റെ നെയിം നൽകാവുന്നതാണ്. വർക്ക് ബുക്കിൻ്റെ നെയിം ഡിഫോൾട്ടായിട്ട് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 അങ്ങനെയാണ് വരാറുള്ളത്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൊക്കേഷൻ ഇതിനകത്ത് ബ്രൗസ് ചെയ്തെടുക്കാവുന്നതാണ്. ലൊക്കേഷൻ ബ്രൗസ് ചെയ്ത് നമുക്ക് അത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമുക്കത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റ് സേവ് ആവുന്നതായിരിക്കും. സേവ് ആസ് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. PDF ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. PDF വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു PDF ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നൽകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ബുക്കുകളെ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഫയൽ ടാബിൽ പോവുക, ദെൻ സേവ് അല്ലെങ്കിൽ സേവ് ആസ്. എപ്പോഴാണ് നമ്മൾ സേവ് ആസ് കൊടുക്കുന്നത്? സേവ് ആസ് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വേർഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ പഴയ ഡോക്യുമെൻറ്റിന് നമ്മളൊരു പുതിയ ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി നമ്മൾ സേവ് ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്, ആ ഡോക്യുമെൻറ്റിന് യാതൊരുവിധ ചേഞ്ചസും വരുത്താതെ നമ്മളൊരു പുതിയ ഡോക്യുമെൻ്റായിട്ട് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മൾ സെയിം ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നതെങ്കിൽ Ctrl+S അല്ലെങ്കിൽ ഫയൽ ടാബിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, Ctrl+S ആണ് അതിൻ്റെ ഷോർട്ട് ഫോം. നമ്മൾ കട്ട് കീ ആയിട്ട് പറയുന്നത്, ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇതിനെങ്ങനെയാണ് ഒരു പുതിയ വർക്ക് ഷീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു വർക്ക് ബുക്കിനകത്ത് പ്രധാനമായിട്ടും 3 വർക്ക് ഷീറ്റുകളാണ് ഡിഫോൾട്ടായിട്ടുണ്ടാവുക, അല്ലെ? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഇങ്ങനെ 3 വർക്ക് ഷീറ്റുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ വർക്ക് ഷീറ്റുകൾക്ക് പുറമെ നമുക്ക് പുതിയ വർക്ക് ഷീറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെത്തേഡ് ഹോം ടാബിനകത്ത് സെൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഹോം ടാബിൽ സെൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇൻസേർട്ട് സെൽസ്, ഇൻസേർട്ട് ഷീറ്റ് റോസ്, ഇൻസേർട്ട് ഷീറ്റ് കോളംസ്, ഇൻസേർട്ട് ഷീറ്റ്, അല്ലെ? ഇൻസേർട്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഷീറ്റ് 5, അതായത് ഒരു പുതിയ ഷീറ്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇവിടെ ഓൾറെഡി ഒരു ഷീറ്റ് 4 ഉണ്ടായിരുന്നു, ഞാനത് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഷീറ്റ് 5 എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഷീറ്റിന് റീനെയിം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, റീനെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് റീനെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, നമുക്ക് ഷീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്, അല്ലെ? ഷീറ്റ് 3 കഴിഞ്ഞാൽ ചെറിയൊരു ഐക്കൺ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഷീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് പുതിയ ഷീറ്റുകളെ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷീറ്റുകളെ, ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഷീറ്റുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ഷീറ്റിൻ്റെ മുകളിൽ, ഈ ഷീറ്റ് നെയിമിൻ്റെ ഏത് ഷീറ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഷീറ്റ് 6 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കാണാൻ കഴിയും ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഷീറ്റ് ഡിലീറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ കഴിയും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പുതിയ ഷീറ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഷീറ്റുകളെ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് പറയാം മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ബുക്കാണ്. ഈ വർക്ക് ബുക്കിനകത്ത് 4 ഷീറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഈ വർക്ക് ബുക്ക് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. എങ്ങനെയാണ്? നമ്മൾ ഇതിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും, റൈറ്റ് സൈഡിലായിട്ട് ക്ലോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെ? ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ഒരു കൺഫർമേഷൻ ആണത്. ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് യു മെയ്ഡ് ടു ബുക്ക് 1, അതായത് ബുക്ക് 1 നമ്മൾ നൽകിയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ്, ആ ചേഞ്ചസ് സേവ് ചെയ്യണോ എന്നുള്ളതാണ്. അത് നമ്മൾ
ഡിഫോൾട്ടായിട്ട് ചോദിക്കുന്ന ഒരു കൺഫർമേഷനാണ്. അതായത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നൽകിയിട്ടുള്ള ചേഞ്ചസ് സേവ് ചെയ്യണോ എന്നുള്ളതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡോണ്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വർക്ക് ബുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റകൾ എൻ്റർ ചെയ്യാനോ അനാലിസിസ് നടത്താനോ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ല, അല്ലെ. നമുക്ക് ആ ഒരു ഗ്രിഡ് ഷീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഷീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലേ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ഫയലിൽ പോയിട്ട് പുതിയ ഷീറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഫയലിൽ ന്യൂ പോവുക, ദെൻ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഉണ്ട്, ബ്ലാങ്ക് വർക്ക് ബുക്ക് ഉണ്ട്, അതിൽ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷീറ്റ് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 3 ഡിഫോൾട്ടായിട്ടുള്ള ഷീറ്റോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് ഇവിടെ നമുക്ക് ഡാറ്റകൾ എൻ്റർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ്, ഡാറ്റകൾ എൻ്റർ ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതുപോലെ തന്നെ ഡാറ്റകളെ സെലക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അല്ലേ. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർമുലാസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ നൽകിയിട്ടുള്ള ഡാറ്റ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ജസ്റ്റ് ഞാനിവിടെ രജിസ്റ്റർ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു, അല്ലെ. ഡാറ്റകൾ എൻ്റർ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഞാനിവിടെ രജിസ്റ്റർ നമ്പർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റ എങ്ങനെ എനിക്ക് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ആ ഒരു സെല്ല്, അതായത് ഡാറ്റ ഡിലീറ്റ് ചെയ്യേണ്ട ആ ഡാറ്റ ഉൾപ്പെടുന്ന സെല്ലുകളെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. സെല്ലുകളെ സെലക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേഞ്ച് സെലക്ട് ചെയ്യുന്ന അതേ രീതി തന്നെയാണ് നമുക്ക് സെല്ല് സെലക്ട് ചെയ്യുന്നതിൻ്റെ രീതിയായിട്ടും പറയുന്നത്. സോ ഈ ഒരു സെല്ലിലെ കണ്ടന്റ്, ഈ ഒരു ഡാറ്റയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സെല്ല് ടൈപ്പ് ചെയ്തിട്ടുള്ള A1 എന്ന് പറയുന്ന സെല്ലിലാണ്. ആ A1 എന്ന് പറയുന്ന സെല്ലിലെ ഡാറ്റ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ ഡിലീറ്റ് ആയി പോകുന്നതായിട്ട് കാണാൻ കഴിയും. ദെൻ നമുക്ക് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെങ്കിൽ, അതായത് രജിസ്റ്റർ നമ്പർ എന്നുള്ളതിന് പകരം പുതിയ എന്തെങ്കിലും ഒരു വേർഡാണ്, ഒരു ടെക്സ്റ്റാണ്, ഒരു ഡാറ്റയാണ് നമുക്ക് അതിലേക്ക് എൻ്റർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ സീരിയൽ നമ്പർ എന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് നൽകാം. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ എന്നുള്ളത് പോയിട്ടുണ്ട്, അല്ലേ. ഈ രീതിയിൽ നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കതിൽ എഡിറ്റ് വരുത്താവുന്നതാണ്. F2 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഇതിനകത്ത് വരുത്താവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്താവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡാറ്റകളെ ഡിലീറ്റ് ചെയ്യാനും എൻ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദെൻ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സോ നമുക്ക് വന്നിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. 4 ഓപ്ഷൻസ് കാണാം. നമുക്ക് എൻ്റെ റോ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ കോളം മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു പെർട്ടിക്കുലർ സെല്ല് മാത്രം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് നമ്മുടെ മൗസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള റോകളെയോ അല്ലെങ്കിൽ സെല്ലുകളെയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സപ്പോസ് നമ്മൾ ഇപ്പോൾ ഒരു സെല്ലിൽ ഞാൻ ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ മറ്റൊരു ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ ഞാനിവിടെ വേറൊരു ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ ഫസ്റ്റ് സെല്ലും അതുപോലെ തന്നെ തേർഡ് സെല്ലും, ഓക്കെ, അതായത് A1ഉം C1ഉം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, B1 ഡിലീറ്റ് ചെയ്യേണ്ട, A1ഉം അതുപോലെ തന്നെ C1ഉം മാത്രം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ അതിൽ A1 സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ബട്ടൺ, നമ്മുടെ കീബോർഡിൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട മറ്റൊരു സെല്ല്, അല്ലെ, C1 ആണ്, ആ C1 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 സെല്ലുകൾ മാത്രം ഡിലീറ്റ് ആയി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, പിന്നെ നെയിമും, അല്ലേ, അതായത് B1 എന്ന് പറയുന്ന ആ ഒരു സെല്ലും ഡിലീറ്റ് ആയി പോവുകയാണ്. അതിന് പകരം നമുക്ക് സെലക്റ്റീവായിട്ട് സെല്ലുകൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മൾ ആദ്യം കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ സെല്ലാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ സെല്ലുകളെല്ലാം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 2 സെല്ലായതുകൊണ്ട് C1ഉം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത സെല്ലുകൾ സെലക്ട് ചെയ്യാം. അങ്ങനെ എത്ര സെല്ലുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണോ അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റ ഡിലീറ്റ് ആയി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഡാറ്റകളെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡാറ്റ നമുക്ക് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ കട്ട് ചെയ്യാം, അല്ലെ, കോപ്പി ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ
നമുക്ക് ഈ ഒരു ഡാറ്റ, അതായത് A1 ഡാറ്റ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എക്സ് കൺട്രോൾ എക്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരു കാണാൻ കഴിയും, ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഇതിന് ആ ഡാറ്റ എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് A3 വേണ്ടതെന്ന് വെച്ചാൽ അവിടെ മൗസ് പോയിന്റ് കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം കൺട്രോൾ V കൊടുത്തു കഴിഞ്ഞാൽ ആ A1 ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ A3 മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ഡാറ്റ മൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോപ്പി ചെയ്യാവുന്നതാണ്. കൺട്രോൾ C. ഓക്കെ, ഇപ്പോൾ B1 കൺട്രോൾ C ആണ് ഞാൻ പ്രസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് B3 അത് മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കൺട്രോൾ V കൊടുക്കുക. അപ്പോൾ ആ ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ കൺട്രോൾ നമ്മൾ വേർഡിൽ ഉപയോഗിച്ച അതേ ഷോർട്ട് കട്ട് കീസ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റയുടെ ഭാഗമായിട്ട് നമുക്ക് സിമ്പിൾസ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു പിന്നെ മാത്തമാറ്റിക് ടൂളുകളൊക്കെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇൻസേർട്ട് ടാബിൽ പോവുക. ഇൻസേർട്ട് ടാബിൽ സിമ്പിൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വേർഡിൽ പോയ അതേ ഓപ്ഷൻസ് തന്നെയാണ് സിമ്പിൾസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കാണും, അതുപോലെ തന്നെ സിമ്പിൾസ് കാണും. നമുക്ക് ആവശ്യമായിട്ടുള്ള സിമ്പിൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സിമ്പിൾ നമ്മുടെ സെല്ലിലേക്ക്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലിലേക്ക് വരുന്ന നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് സിമ്പിൾസ് അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സലിനകത്ത് ചെയ്യുന്ന ചില വർക്കുകളെ നമുക്ക് ഡിലീറ്റ് ആക്കേണ്ടി വരും അല്ലേ. അതായത് നമ്മൾ അൺഡു റീഡു ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്കിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അവൈലബിൾ ആണ് അൺഡു റീഡു ഓപ്ഷൻസ്. ഓക്കെ, അൺഡു റീഡു ഓപ്ഷൻസ് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം, Ctrl+Z, അതുപോലെ തന്നെ Ctrl+Y അല്ലെ. അൺഡുവിന് Ctrl+Z റീഡു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് Ctrl+Y ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.